ഹായ് എവ്രി വൺ, എല്ലാവർക്കും നമസ്കാരം. സോ ഇന്നലെ തന്നെ ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ചാപ്റ്ററിന്റെ എന്താണ് എനിക്കിനി മുന്നോട്ട് വന്ന് ഇതിനി ഒരു ഇഷ്യൂ ആക്കി അല്ലെങ്കിൽ ഇതിനെക്കുറിച്ച് കുറെ ഡിസ്കഷൻ നടത്തി ഇതിനൊന്നും എനിക്ക് താല്പര്യമില്ല. ഇത് ഞാനിവിടെ നിർത്തുവാണ് എന്ന് ഞാൻ ഇന്നലെ എന്റെ രണ്ടാമത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞാണ്. പക്ഷെ ഇന്ന് അഖിൽ ബ്രോ ഇപ്പം റീസെന്റ് ആയിട്ട് ഇപ്പം ഏറ്റവും ലാസ്റ്റ് ഇറക്കിയ വീഡിയോയിൽ അഖിൽ ബ്രോ ഈ പറയുന്ന പോലെ ചില ആൾക്കാരുടെ പേരൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്നെ കൊണ്ട് ഇവരാണ് ബാക്കിൽ നിന്ന് ഇവരാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത്, അല്ല ഇവരാണ് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്നത്. സോ എനിക്ക് അതിലൊരു ക്ലാരിറ്റി എനിക്ക് കൊടുക്കണമെന്നുണ്ട്. ബിക്കോസ് അത് ഇറ്റ്സ് നോട്ട് ഇൻവോൾവിംഗ് ദം. ഇത് എന്റെ വിഷയമാണ്, ഞാൻ ബ്രോഡ് എടുത്ത് പറഞ്ഞ നമ്മൾ തമ്മിലുള്ള കാര്യമാണ്. അപ്പം സോ വിച്ച് ഇസ് വൈ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ക്ലിയർ ദാറ്റ്. മെയിൻലി പറഞ്ഞല്ലോ, എന്നെ ഈ പറയുന്ന പോലെ എന്റെ അഭിപ്രായങ്ങളാണ് ഞാൻ പറയുന്നത്. അത് എന്റെ കൂടെ ഷോയിൽ ഉണ്ടായിരുന്ന ഏതെങ്കിലും കണ്ടസ്റ്റൻസോ അല്ലെ എന്നെ വേറെ ആരും എനിക്കിനി പണം തന്നോ അല്ലെ അങ്ങനെയല്ല. പിന്നെ ഞാൻ ഓട്ടോമാറ്റിക്കലി പറയുന്ന പോലെ ആദ്യം തന്നെ വന്ന് ചാനലൊക്കെയാണ് പറഞ്ഞത്, ആരുമല്ല. ഞാനത് വളരെ കൃത്യമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. അപ്പം ഇപ്പം ലാസ്റ്റ് റീസെന്റ് വീഡിയോയിൽ പറഞ്ഞു ജുനേസ് ആണ് ഇങ്ങനെ ബാക്കിൽ നിന്ന് പ്ലേ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞ്. ബ്രോ, ജുനേസ് അല്ല, ആരുമല്ല. ഞാൻ പറഞ്ഞത് എന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. അപ്പം ജുനേസ് എന്ന് പറയുന്ന വ്യക്തിക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ അദ്ദേഹം അത് നേരിട്ട് വന്ന് പറയുന്നതായിരിക്കും, അല്ലെ? അപ്പം എനിക്ക് there is nothing where somebody is asking me to do this or എനിക്കങ്ങനെ ആരെയും ഫേവർ ചെയ്ത് ചെയ്യേണ്ട കാര്യമില്ല. ഞാൻ സംസാരിച്ച വിഷയം ഇസ് ദാറ്റ് അഖിൽ ബ്രോ പറഞ്ഞല്ലോ ഫസ്റ്റ്ലി എന്താണ്, ഞാൻ ഇവരെ കുറിച്ച് സംസാരിച്ചിട്ടേ ഇല്ല, ഞാൻ ഇവരെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല. പക്ഷെ പെട്ടെന്ന് ഇവൻ വന്ന് വീഡിയോ ഇടുവാണ്. എന്റെ ഇതിൽ ഞാൻ വേറെ വിഷയങ്ങളെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അഖിൽ ബ്രോ പറഞ്ഞു, അഖിൽ ബ്രോ അങ്ങനെയല്ല, അഖിൽ ബ്രോ എന്റെ പേര് എടുത്തിരുന്നു. ഞാനൊരു വീഡിയോ ഇടുന്നതിന് മുമ്പ് തന്നെ എന്റെ പേര് നിങ്ങൾ 2 പ്രാവശ്യം എടുത്തിരുന്നു. ഒരെണ്ണം എന്താണ്, ആ ഷോയിൽ ഇപ്രാവശ്യം നടന്ന ഇൻസിഡന്റ് വെച്ച് കഴിഞ്ഞ സീസണിൽ 5th സീസണിൽ അവിടെ ഏറ്റവും കൂടുതൽ ഫിംഗർ കാണിച്ചിട്ടുള്ളത് ഞാനാണ് എന്ന് പറഞ്ഞ് അഖിൽ ബ്രോ എന്റെ പേര് പറഞ്ഞിരുന്നു. അതല്ലാതെയും ഒരു സ്ഥലത്ത് എന്റെ പേര് യൂസ് ചെയ്തിരുന്നു. അപ്പം ഒന്ന് പോയി നോക്കിയാൽ മതി. അപ്പം അതാണ് ഞാനും പ്രതികരിക്കേണ്ടി വന്നത്. അപ്പം ഇങ്ങനെ ഫിംഗർ കാണിച്ച ആളെ ഇങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോൾ അത് അഖിൽ ബ്രോ പറയാൻ ശ്രമിച്ചത് എനിക്ക് ഫേവറിസം അവിടെ ഉണ്ടായിരുന്നു എന്നാണ്. അപ്പം അങ്ങനെ കേട്ടപ്പം ഞാൻ പറഞ്ഞത് എനിക്ക് ആർക്കാണ് ആ ഷോയിൽ ഏറ്റവും കൂടുതൽ ഫേവറിസം ഉണ്ടായിരുന്നത് എന്ന് തോന്നിയ കാര്യമാണ് ഞാൻ അങ്ങോട്ട് പറഞ്ഞത്. മനസ്സിലായില്ലേ? ആൻഡ് ഈ പറഞ്ഞ ആറ്റിറ്റ്യൂഡിനെയാണ് ഞാൻ ക്വസ്റ്റ്യൻ ചെയ്തത്. മനസ്സിലായില്ലേ? അപ്പം ഞാനൊരു ഇങ്ങനെ ഈ ഷോ വന്ന് ഫേവറിസം കാണിക്കുന്നു എന്ന് പറയുമ്പോൾ അത് ഞാൻ ആ ഷോനെ സപ്പോർട്ട് ചെയ്യുന്നതാണോ എനിക്കറിയില്ല. ഐ എം ഗോയിങ് അഗൈൻസ്റ്റ് ഇറ്റ്. ഐ സെഡ് ദാറ്റ് വാസ് റോങ് എന്നാണ്. മനസ്സിലായില്ലേ? അപ്പം എനിക്ക് തോന്നിയ ഇതാണ് ബ്രോ ഞാൻ പറയുന്നത്. ഞാൻ ആരെ സപ്പോർട്ട് ചെയ്തോ എന്നെ കൊണ്ട് ആരും പറയിപ്പിക്കേണ്ട ഒരു കാര്യമില്ല. അഭിപ്രായം if they have something to say they will tell it by themselves എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അതാണ്. ആൻഡ് ഓൾസോ എനിക്ക് പേഴ്സണലി തോന്നിയത് ബ്രോ, ഞാൻ പറഞ്ഞല്ലോ, നമ്മള് ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും ഇങ്ങനെ ഓൾറെഡി ബ്രോ ഈ ഷോയിൽ കുറെ ഇങ്ങനെ ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. ഇത്രയും സീസൺസ് കുറെ ആൾക്കാർ വന്ന് പോയിട്ടുണ്ട്. അപ്പം നമ്മളിങ്ങനെ ആരൊക്കെ എന്നുള്ള രീതിയിൽ ഇങ്ങനെ പറയുമ്പോൾ എന്താ പറ്റുന്നതെന്ന് വെച്ചാൽ പലരുടെയും ഫാമിലീസിലും അല്ലെ അവർക്ക് പല ചോദ്യങ്ങളുണ്ടാവും ബ്രോ. അപ്പം എല്ലാവർക്കും വന്നിങ്ങനെ സംസാരിക്കാനോ ഉള്ള ഒരു ഇതുണ്ടാവാൻ അത് എനിക്ക് അറിയത്തില്ല ബ്രോ. ഇറ്റ്സ് പ്രോബ്ലി നോട്ട് പോസിബിൾ ബൈ എവറിബഡി. അപ്പം അവര് ജീവിക്കുന്ന ഒരു ചെറിയ സമൂഹത്തിന്റെ ഉള്ളിൽ അവർക്ക് ഇങ്ങനെ ഒരു പേരാവും. അപ്പൊ എനിക്കതൊരു കറക്റ്റ് ആയിട്ട് തോന്നിയില്ല ബ്രോ. ബിക്കോസ് ഒരുപാട് ലേഡീസ് വന്നിട്ടുണ്ട്, ട്രാൻസ് ആയിക്കോട്ടെ, ലോട്ട് ഓഫ് പീപ്പിൾ, ഇവൻ മെൻ, ലോട്ട് ഓഫ് ദം. അപ്പം അങ്ങനെ ഇപ്പം വന്നു പോയി ഇങ്ങനെ എന്നുള്ളൊരു ഇത് പറയുമ്പോൾ അപ്പൊ അവിടെ നിൽക്കുന്ന അതൊരു എനിക്ക് കറക്റ്റ് ആയിട്ട് തോന്നിയില്ല ബ്രോ. അപ്പം I felt like voicing that opinion for them as well, because എനിക്ക് അറിയാം, ഞാൻ നേരത്തെ തന്നെ പറഞ്ഞല്ലോ, ഇതെല്ലാവരും ഒരു ഫേവറേറ്റ് ഒപ്പീനിയൻ അല്ലായിരിക്കും ഞാൻ പറയുന്നത്. ബിക്കോസ് എല്ലാവരും ബാക്ക്ലാഷ് ആയിരിക്കും ഇതിന്. മനസ്സിലായില്ലേ? നിങ്ങളിങ്ങനെ ഭയങ്കരമായിട്ട് സാധനം എന്ന് പറയുമ്പോൾ ഞാൻ വന്ന് പറയുമ്പോൾ എനിക്ക് ബാക്ക്ലാഷ് ആയിരിക്കും എന്ന് എനിക്ക് അറിയാമോ. പക്ഷെ അത് എന്റെ അഭിപ്രായമാണ്. ആൻഡ് ഞാൻ എന്റെ 2 വീഡിയോസിൽ ഞാൻ ക്ലിയർ ആയിട്ട് ഞാൻ സ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ എന്തെങ്കിലും ഒരു പരിപാടി, അത് ചാനൽ ആയിക്കോട്ടെ അല്ലെ എവിടെ ആയിക്കോട്ടെ, ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് 101% റോങ്. ആൻഡ് ഡെഫിനറ്റ്ലി ഇഫ് ദിസ് വിത്ത് പ്രൂഫ് ഇസ് there, whoever and whatever deserves to be punished ആയിക്കോട്ടെ, whatever it is, ഞാൻ അതിൽ ഇൻവോൾവ് അല്ല എന്ന് ഞാൻ എന്റെ പ്രീവിയസ്ലി 2 വീഡിയോസിലും ഞാൻ പറഞ്ഞിരുന്നു. മനസ്സിലായില്ലേ? അപ്പം ആൻഡ് ഓൾസോ ഞാനതൊന്നും കൂടി ക്ലിയർ ചെയ്യണം. ഞാൻ വന്ന് പറയാൻ ഒരു ഇതുണ്ടായത്, അഖിൽ ബ്രോ പറഞ്ഞ പോലെ എന്റെ പേര് അഖിൽ ബ്രോ പറഞ്ഞിരുന്നു. ഞാനൊരു വീഡിയോ ഇറക്കുന്നതിന് മുമ്പ് തന്നെ എന്നൊരു എക്സാമ്പിൾ ആയിട്ട് വീണ്ടും വലിച്ച് ഇട്ടിരുന്നു. മനസ്സിലായില്ലേ? അപ്പം അത് എനിക്കൊരു ഇതായിട്ട് തോന്നിയില്ല ബ്രോ. അപ്പം അത്രേ ഉള്ളൂ. അപ്പം വേറെ ആൾക്കാരെയും വേറെ അങ്ങനെ വലിച്ച് ഇത് ചെയ്യേണ്ട ബ്രോ. അത് മേ ബി ബ്രോ അങ്ങനെ തോന്നായിരിക്കും. അപ്പൊ ഞാൻ അതിനെ ഇത് ചെയ്യുന്നൊന്നുമല്ല. പക്ഷേ ദേ ആർ നോട്ട് ഇൻവോൾവ്. ഇഫ് ദേ ഹാവ് എൻ ഒപ്പീനിയൻ, ഇപ്പം ജുനേസിന് പറഞ്ഞല്ലോ, ജുനേസിന് ഒപ്പീനിയൻ ഉണ്ടെങ്കിൽ ജുനേസ് വന്ന് പറയുന്നതായിരിക്കും. ഓക്കെ, സോ ഹീ ഈസ് നോട്ട് ഇൻവോൾവ് ഇൻ വാട്ട് ഐ ഹാവ് ടു സേ. എന്റെ ഒപ്പീനിയൻ ഞാൻ സ്ട്രോങ്ലി ഞാനത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു. അപ്പൊ അതാണല്ലോ ആ വീഡിയോ ഇപ്പോഴും അവിടെ ഉള്ളത്. അപ്പം അത് സ്റ്റിക്ക് ഓൺ ചെയ്യുന്നു ബ്രോ. പക്ഷെ അത് കഴിഞ്ഞു. മനസ്സിലായില്ലേ? ഇപ്പം ഞാൻ ടു ബ്രോ ഞാൻ ഇന്നലെ പറഞ്ഞു കഴിഞ്ഞു, ദിസ് ഈസ് ഓവർ. അപ്പം വീഡിയോ എൻഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ ഞാൻ പറഞ്ഞു ഇത് കഴിഞ്ഞു, ഇത് ബ്രോന് ഓൾ ദ ബെസ്റ്റ് ബ്രോ. എന്തൊക്കെ വാട്ട് എവർ ദാറ്റ് യു ആർ ഗോയിങ് ടു ബി ഇൻ യുവർ പൊളിറ്റിക്കൽ ഫീൽഡ്, ബ്രോയുടെ ഫിലിം ഫീൽഡിലായിക്കോട്ടെ, എന്തിലും ആയിക്കോട്ടെ, ബ്രോനെ ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ഞാൻ ഓണസ്റ്റ്ലി ഞാൻ ഗുഡ് ലക്ക് ആണ് ഞാൻ വിഷ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പൊ ബ്രോ പറഞ്ഞല്ലോ എന്താണ്, റിനോഷിനെ മറ്റേ അവിടെ നിന്ന് പോയപ്പം നീ എന്നോട് പറടാ എന്താണ്, നീ അവിടെ നിന്ന് പോയപ്പം നീ ഒരു നല്ല ഇതാണെന്ന് ഞാൻ എന്ത് കാരണം പറഞ്ഞു, അവൻ വയ്യാതെ അവൻ പോവായിരുന്നു, നീ വയ്യാതെ പോകുന്ന കാരണം കിടക്കട്ടെ എന്നോർത്ത് ഞാൻ പറഞ്ഞു. ഞാൻ ഇന്നലെ പറഞ്ഞു ബ്രോ അങ്ങനെ പറയുന്നു. അപ്പൊ അങ്ങനെ അത് കാരണമുള്ള ബ്രോ പറയുന്നത്. അപ്പൊ ഞാൻ അങ്ങനെയല്ല പറഞ്ഞു, ഞാൻ എന്റെ മനസ്സിൽ നിന്നാണ് ഞാൻ ബ്രോയുടെ അടുത്ത് പറയുന്നത്. ഞാൻ ഓണസ്റ്റ്ലി ബ്രോന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള പരിപാടികൾ മാത്രമാണ് ഞാൻ വിഷ് ചെയ്യുന്നത്. നമ്മൾ അവിടെ ഒരു ഇന്ന ദിവസം ഒരുമിച്ച് നമ്മൾ കൂടെ ഉണ്ടായിരുന്നു. ആൻഡ് ഐ ഹവ് ടോൾഡ് ദിസ് ഈവൻ ബിഫോർ എൻ ഇന്റർവ്യൂ. ഞാൻ പോയിട്ട്
കഴിഞ്ഞ ഒരു സ്ഥലത്ത് ഞാൻ പോയപ്പോൾ ഞാൻ പറഞ്ഞത് നമുക്ക് ഡിഫറൻസസ് ഉണ്ട്, ഈ പറയുന്ന പോലെ അഭിപ്രായങ്ങൾ വ്യത്യാസമുണ്ട്, ബട്ട് വി ഹാവ് ബിൻ സംവെയർ ടുഗദർ ആൻഡ് 101% എവിടെയോ ഒരു ബ്രദർലി അല്ലെ ഒരു ദർ ഇസ് സം കണക്ഷൻ. അത് ഐ തിങ്ക് വിത്ത് എവറിബഡി ദർ ഇസ് എ കണക്ഷൻ ആൻഡ് ഐ സർട്ടൻലി ഡു ഹാവ് എ ഗുഡ് എന്താ പറയാ ഒരു ഹാപ്പി ബോണ്ട് സംവെയർ വിത്ത് യു ആസ് വെൽ. പക്ഷേ 100% എനിക്ക് അഭിപ്രായങ്ങളിലും ഇതിലും എനിക്ക് ശരിയല്ലാന്ന് തോന്നുന്ന പരിപാടികൾ ഞാൻ ബ്രോയുടെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ദാറ്റ് ഡസ് നോട്ട് മീൻ എനിക്ക് ഇനി പേഴ്സണൽ ഗ്രജോ ഞാനത് മുന്നോട്ട് ഇനി വേറെ എന്തെങ്കിലും വിഷയമായിട്ട് വേണ്ട ബ്രോ. ഞാൻ ഇങ്ങനൊരു ഇതേ അല്ല ബ്രോ, മനസ്സിലായില്ല, ഇങ്ങനെ വന്ന് ഇതല്ല ബ്രോ. അപ്പം വേറെ ആരും ഇത് ചെയ്യണ്ട, ഐ മീൻ വേറെ പേരുകളൊന്നും എടുത്ത് ചെയ്യണ്ട ബ്രോ. ഇപ്പം ബ്രോ പറയും ചാനൽ ഓക്കെ ബ്രോ, അത് പറഞ്ഞു അറ്റ്ലീസ്റ്റ് ഏതെങ്കിലും ഒരു ഇതാണ് ഒരു ഗ്രൂപ്പിനെ പറയുന്ന ഒരു എന്റർപ്രൈസ്, അപ്പോൾ ഒരു പേരില്ല. ഇപ്പം ഇന്ന വ്യക്തികൾ ബ്രോ ചില പേരുകൾ കഴിഞ്ഞതിലെടുത്തു. എന്നെ കൂടെ ഉണ്ടായിരുന്ന ഒരു കണ്ടസ്റ്റന്റോ ആരും എന്നോട് ഇങ്ങനെ ചെയ്യാനോ പിന്നെ nobody. This is my opinion and I stuck to that opinion. And അതാണ് ഞാൻ പറഞ്ഞത്. പിന്നെ എനിക്കിത് കൂടുതൽ ഇനി സോഷ്യൽ മീഡിയയിൽ മറ്റേ പുഷ് ചെയ്ത് കയറ്റാൻ എനിക്ക് ബ്രോ അന്നും PR ഇല്ല, എനിക്ക് ഇന്നും PR ഇല്ല ബ്രോ, മനസ്സിലായില്ലേ? സോ എനിക്ക് അന്നും PR ഇല്ല, ഇന്നും PR ഇല്ല. എന്റെ അഭിപ്രായങ്ങൾ എന്റേതാണ്, എനിക്ക് വേണ്ടി സംസാരിക്കുന്നത് ഞാനാണ് ബ്രോ, പീരിയഡ്, മനസ്സിലായില്ലേ? സോ ഇവിടെ വെച്ച് ഞാനത് കംപ്ലീറ്റ്ലി എൻഡ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നു ബ്രോ. ആൻഡ് പറഞ്ഞ പോലെ ബ്രോന് ഏറ്റവും അടിപൊളിയായിട്ടുള്ള ഒരു പരിപാടി വരട്ടെ പൊളിറ്റിക്സിലും ബ്രോയുടെ എന്റർടൈൻമെന്റ് ഫീൽഡിലും ആൻഡ് മേ ബി എന്റർടൈൻമെന്റ് സെക്ടറിലേക്ക് എന്തെങ്കിലും നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാൻ പറ്റട്ടെ. സോ ഓൾ ദി വെരി ബെസ്റ്റ് യു ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് ആൻഡ് ഐ വാണ്ട് ടു വിഷ് യു the best things in the world, bro. The best things in the world. All the best. Podi.